ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ആർത്തവ സമയങ്ങളിൽ കുളിക്കുന്നത് ആരോഗ്യകരമാണോ? കുളിയുടെ ആരോഗ്യ പ്രാധാന്യത്തെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഒരു ആയുർവേദ സ്ത്രീരോഗ വിദഗ്ധ എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ ഊർജ്ജസ്വലരാക്കാനും ക്ഷീണം അകറ്റാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ കുളി സഹായിക്കുന്നുണ്ട്. എന്നാൽ ആർത്തവ സമയത്തെ കുളി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഏതു തരത്തിൽ ബാധിക്കുന്നുവെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പൊതുവെ മലയാളികൾ രാവിലെ കുളിക്കുന്ന ശീലമുള്ളവരാണ്. പ്രത്യേകിച്ചും ആർത്തവ സമയങ്ങളിൽ മെൻസ്ട്രൽ ഹൈജീൻ എന്ന കാഴ്ചപ്പാടിൽ ഒന്നിലധികം തവണ കുളിക്കുന്നവരുമുണ്ടാകാം. എന്നാൽ ആയുർവേദം അനുസരിച്ചിട്ട് ആർത്തവ സമയങ്ങളിൽ കുളിക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തെ ബാഹ്യമായി ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസത്തെയും ദഹനവ്യവസ്ഥയെയും എല്ലാം കുളി സ്വാധീനിക്കാറുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ബാഹ്യമായി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹോർമോൺ വ്യവസ്ഥ ഉൾപ്പെടെ സ്വാധീനിക്കുവാൻ കുളിക്ക് സാധിക്കുമെന്ന് സാരം. എന്താണ് ആർത്തവം, ആർത്തവ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഇന്ന് ആർത്തവ സമയത്തെ കുളിയുടെ പ്രാധാന്യമാണ് പറയുന്നത്. പണ്ടുകാലത്തെ സ്ത്രീകൾ കുളി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അന്നത്തെ കാലത്തെ സ്ത്രീകൾ ആർത്തവ സമയങ്ങളിൽ കുളി ഒഴിവാക്കിയിരുന്നു എന്ന് തന്നെയാണ്. നമ്മൾ പാരമ്പര്യമായി പിന്തുടർന്നു വന്ന പല കാര്യങ്ങളിലും ശാസ്ത്രീയമായ വശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിസ്തർക്കം പറയാവുന്നതാണ്. പിന്നീട് അതിനെ സ്ത്രീകളോടുള്ള അയിത്തമായൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പൂർവികൾ, നമ്മുടെ പഴയ തലമുറ ആരോഗ്യവതികളായിരുന്നു. അവർ കഠിനാധ്വാനികളായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ എന്നാലും ആ കഠിനാധ്വാനത്തിനിടയിലും അവർ ആർത്തവ സമയങ്ങളിൽ മതിയായ വിശ്രമം തേടിയിരുന്നു. ആയുർവേദം അനുസരിച്ചിട്ട് വെള്ളം അഥവാ ജലം സ്തംഭന സ്വഭാവമുള്ളതാണ്. അതായത് രക്തസ്രാവത്തെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ കഴിവുള്ളത്. അതോടൊപ്പം തന്നെ ശരീരത്തെ ആയുർവേദം പറയുന്നത് ഊർധ്വമൂലം അധശാഖം, അതായത് മുകളിൽ വേരും താഴെ ബ്രാഞ്ചസും താഴെ ശാഖകളുമുള്ള ഒരു വൃക്ഷത്തോടാണ്. നമുക്കറിയാം, ഒരു ചെടിയുടെ വേരിൽ ചെയ്യുന്ന വെള്ളവും വളവും എങ്ങനെയാണോ അതിന്റെ ബാക്കി ഭാഗങ്ങളെ ആഗിരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ സഹായിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളുടെ നെറുകയിൽ, പ്രത്യേകിച്ചും നെറുകയിൽ ശിരസിൽ ചെയ്യുന്ന മരുന്നുകൾ നമ്മളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒരുപാട് ചികിത്സാ വിധികൾ നെറുകയിൽ പറയുന്നുണ്ട്. അമിതമായ ആർത്തവ സ്രാവത്തിനും ഉറക്കക്കുറവിനും സർപ്പവിഷ ചികിത്സയ്ക്കുമൊക്കെ നമ്മുടെ നെറുകയിൽ അല്ലെങ്കിൽ ശിരസിൽ മരുന്ന് പ്രയോഗം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആർത്തവ സമയത്ത് നമ്മളുടെ ശിരസിലൂടെ ഒഴിക്കുന്ന ജലം തീർച്ചയായും ആർത്തവത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് നിസ്തർക്കം പറയാവുന്നതാണ്. പക്ഷെ ഇവിടെ വേറെ വലിയൊരു പ്രശ്നമുണ്ട്. പഴയ തലമുറ പോലെയല്ല ഇന്നത്തെ സ്ത്രീ സമൂഹം. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം ജോലി ചെയ്യുന്നവരാണ്. പുറത്തെ വെയിലും കാറ്റും പൊടിയുമെല്ലാം ഏറ്റ് 3 ദിവസം കുളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അസംഭവ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് നമ്മളുടെ വ്യക്തിത്വ ശുചിത്വവും നമ്മളുടെ ആരോഗ്യവും ഏത് രീതിയിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ഇതിനെപ്പറ്റി അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. നമ്മുടെ വ്യക്തിത്വ ശുചിത്വവും ശരീര സംരക്ഷണവും ഒരുപോലെ തന്നെ ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ട്. ശരിയായ രീതികൾ പാലിക്കൂ, ആരോഗ്യവതികളായിരിക്കും. ആയുർവേദോപദേശേഷു വിധേയ പരമാദരഃ. നന്ദി, നമസ്കാരം.